ഭാരതാംബയെ കൊടിപിടിച്ച വനിതയെന്ന് അധിക്ഷേപിച്ച് കേരള പോലീസും ഭാരതാംബയുടെ ചിത്രം വിവാദ വിഷയമെന്നും കന്റോൺമെന്റ് പോലീസ്. കേരള സർവകലാശാല സെനറ്റ് ഹാൾ സംഘർഷത്തിൽ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം. അതേസമയം ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച മുൻ രജിസ്ട്രാറെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചത്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് രജിസ്ട്രാർ ഇടപെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ. ജനം ബ്രേക്കിംഗ്. ജൂൺ 25-ന് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 80-ാം വാർഷികാചരണ പരിപാടിയിൽ നടന്ന സംഘർഷത്തിന് പിന്നിൽ ഉണ്ടായ ഗൂഢാലോചനയിൽ അന്വേഷണം നടക്കാത്തതിനെതിരെ സംഘാടകർ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ കന്റോൺമെന്റ് പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഭാരതാംബയെ കൊടിപിടിച്ച വനിതയെന്ന് അധിക്ഷേപിച്ചത്. കൊടിപിടിച്ച വനിതയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം പതിവെന്നും ഭാരതാംബയുടെ ചിത്രം വിവാദ വിഷയമെന്നും കന്റോൺമെന്റ് പോലീസ് പറയുന്നു. ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച മുൻ രജിസ്ട്രാറെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പരമാവധി വെള്ളപൂശിയുമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ ഇടപെട്ടത് ക്രമസമാധാന പ്രശ്നമുണ്ടാകാതിരിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രജിസ്ട്രാറും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടപെട്ടത് പരിപാടി തടസ്സപ്പെടുത്താനല്ല, മറിച്ച് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനാണെന്നും പോലീസ് പറയുന്നു. പരിപാടി അനുവദിക്കില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരസ്യമായി ആക്രോശിച്ചതും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി 1 മണിക്കൂറോളം വൈകിയതും പോലീസ് റിപ്പോർട്ടിലില്ല. ഗവർണർ പങ്കെടുത്ത പരിപാടി റദ്ദാക്കിയെന്ന രജിസ്ട്രാറുടെ ഇമെയിലും പരിപാടി അനധികൃതമാണെന്ന് രജിസ്ട്രാർ പരാതി നൽകിയതും പോലീസ് പൂഴ്ത്തി. ഗവർണർക്കെതിരെ ബാനറടക്കം ഉയർത്തിയുള്ള SFI പ്രതിഷേധം ഗവർണർക്കെതിരെ ആയിരുന്നില്ലെന്ന വിചിത്രവാദവും റിപ്പോർട്ടിലുണ്ട്. ഗൂഢാലോചന സംബന്ധിച്ച് പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തിയില്ലെന്നുള്ള ഹർജിയിൽ അന്വേഷണത്തെക്കുറിച്ച് പറയാതെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഫോൺ രേഖകളടക്കം പരിശോധിക്കാതെ എങ്ങനെ ഗൂഢാലോചനയില്ലെന്ന് പോലീസ് പറയുമെന്നതും റിപ്പോർട്ടിനെ പരിഹാസ്യമാക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.